നമ്മൾ രാജാക്കോട്ട ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇന്നലെ പോയത്. ഇവിടേക്ക് കയറാനുള്ള എൻട്രൻസ് ഈ ഒരു റോഡ് സൈഡിൽ തന്നെ കേട്ടോ. വല്ലാതെ നടക്കാനൊന്നുമില്ല. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടെമ്പിൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ആ കാണുന്ന മലക്ക് മേലെയാണ് നമ്മൾ കയറാനുള്ളത് കേട്ടോ. ഇത് 450 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഒരു ക്ലോസിങ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മതിലുകളൊക്കെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 അടിയോളം വീതി വരുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ. ആയിക്കോട്ടെ, ഇതുപോലൊരു പറമ്പിൻ്റെ അല്ലെങ്കിൽ ഇതുപോലൊരു കൃഷിയിടത്തിൻ്റെ മേലെയാണ് കേട്ടോ മല വരുന്നതും ആ കോട്ട വരുന്നതൊക്കെ. ഇതൊക്കെ മതിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. തോക്ക് വെക്കാനുള്ള ഗ്യാപ്പ്, അതേപോലെ വെടിവെക്കാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ. കുറേ ഇടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നുണ്ട്. ഇവയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബോർഡിൽ. താഴെ ഭാഗത്തായിട്ട് എന്തോ വരുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഈ ഒരു സൈഡിലേക്ക് പോയേക്കാം. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതുപോലെ വലിയ കിടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മതിലിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഉരുളക്കല്ലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആട്ടെ വരുന്നത്. ഈ ഒരു മലക്ക് അങ്ങനെയാണ് ഉള്ളത്. മരങ്ങളൊക്കെ അവിടെയും ഇവിടെയും മാത്രമേ ഉള്ളൂ കേട്ടോ. ആ കാണുന്ന ആ ഒരു ഏരിയയിലൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ കാണാനില്ല കേട്ടോ. ഏകദേശം 800 വർഷം പഴക്കമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. പറമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴി ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റെപ്പുകൾ. അവിടെ ഇതേപോലെ എന്തോ അവശിഷ്ടങ്ങൾ കാണ്ഡങ്ങളൊക്കെ കാണുന്നുണ്ട്, കല്ലിൻ്റെ കേട്ടോ. ഏകദേശം അടുത്തെത്തിയപ്പോഴുള്ള വിഷ്വൽ ഇതാണ് കേട്ടോ. ഏരിയക്ക് എത്തിയപ്പോഴും ഇതുപോലെ ഉണ്ട് കേട്ടോ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ. ഇതിൽ ഇതാ തോക്ക് വെച്ച് വെടിയൊക്കെയുള്ള ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. അതേപോലെ ഈ ഒരു ഇറങ്ങുന്ന സ്ഥലമൊക്കെ നോക്കണേ, കരിങ്കല്ലുകൾ പാകിയിട്ട് തന്നെ ഉണ്ടോ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഏകദേശം ഭൂപടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറുന്ന ഒരു എൻട്രൻസ് എന്ന് പറയുന്നതാണ്. ആദ്യകാലങ്ങളിൽ ആ മതിലുകളിലൂടെ ഒക്കെ കയറിപ്പോയതായിട്ട് സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിർമ്മിച്ചതാണോ അല്ലെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അതുപോലത്തെ വലിയൊരു ആൽമരം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ആ മതിലിൻ്റെ അതിൽ കൂടെ വന്നിട്ട് കയറി പോണ സ്റ്റെപ്പ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ കുത്തനുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. കയറി ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ പിടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയക്കും സ്റ്റെപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് തകർന്നു പോയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ പട്ടാളക്കാർക്ക് നിൽക്കാനുള്ള ഒരു റൂം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കയറിപ്പോകുന്ന സ്ഥലം ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഒരു കവാടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ എത്തിച്ചേർന്നത് ഇതുപോലത്തെ ഒരു ഏരിയയിലേക്കാട്ടോ. നമുക്ക് ഇതുപോലെ ഈ ഒരു ഏരിയക്കുള്ളിൽ കയറി പോകേണ്ടത്. ഇവിടെ എന്തോ കാണാനുണ്ട്, അങ്ങനെ നമുക്കൊന്ന് കയറി വെക്കാം. ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ ഇവിടെ എന്തോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട്, ഒക്കെ നാശനഷ്ടമായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരന്ന പ്രദേശത്തേക്കട്ടെ നമ്മളെത്തുക. ആ ഏരിയയിൽ നമ്മൾ കണ്ടിരുന്നില്ല, ആ എൻട്രൻസ് സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾ ഈ വഴി ഇങ്ങനെ വരും കേട്ടോ. അതാ അങ്ങനെ പോയിട്ട് ഈ ഒരു കവാടമുണ്ട്. ആ കവാടം കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ അങ്ങനെ പോട്ടാ. അങ്ങനെ പോയിട്ട് പിന്നെ കാണുന്നത് ആ സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകളെ കുത്തനുള്ളത് നോക്കണി. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ കയറിപ്പോവാം. ഇത് അത്രത്തോളം കുത്തനല്ല, വളഞ്ഞ് തിരിഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സെക്യൂരിറ്റിക്കുള്ളൊരു റൂംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടിരുന്ന രാജാവിൻ്റെ കോട്ട കാണുന്നതാണ് കേട്ടോ. ഇതിൽ കൂടെ ഒക്കെ മതിലുകൾ കാണുന്നുണ്ട്. ഈ ഒരു മല ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് രാജാവിൻ്റെ ആ മലൻ്റെ കോട്ടയും ഈ കോട്ട മതിലും കൂടിയും ജോയിൻ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ, റൗണ്ട് അടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പുകൾ ഇതാണ്. ഇതിലും ഭയങ്കരമാണ് മറ്റേ സ്റ്റെപ്പ് ഞാൻ കാണിച്ചെന്നില്ലേ. ഇതന്നെ അത്യാവശ്യം കുത്തനുണ്ട് കേട്ടോ. നമ്മൾ കയറിയ ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയിട്ടാ അതിമ കയറിയിട്ട് നമ്മൾ മറ്റേ വഴിയൊക്കെ കാണിച്ചത്. ഇന്ന് കാണിച്ച കുത്തനുള്ള സ്റ്റെപ്പ് ആ വഴിയിലൂടെയാണ് കേട്ടോ. പോകുന്നത് ഈ ഒരു വളഞ്ഞു പൊളിഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ കൂടെയാണ്. പാറ വിണ്ടതൊക്കെ കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് നോക്കി കാണുന്ന ഏകദേശം വ്യൂ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. കവാടത്തിൻ്റെ ഉള്ളിൽ വേറെ എന്തോന്നുണ്ട് ആ ഭാഗത്ത്. നമുക്ക് ഇതിൽ കൂടെ പോയേക്കാം. വളഞ്ഞ സംഭവം തന്നെ കയറാൻ ഭയങ്കര എഫേർട്ട് കേട്ടോ കാലിനൊക്കെ. അപ്പോൾ അങ്ങനെ കുത്തനുള്ളൊരു സ്ഥലം കേട്ടോക്കാണ്. അത് കുത്തനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്ന് പിന്നീട് ഈ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് കട്ടെത്തിയത് കൂടെ വന്ന് ഇനി ഇതിൽ കൂടെ കയറാം കേട്ടോ. ഇതിൽ ഗുഹ കാണുന്നുണ്ട് കേട്ടോ, ഇടുങ്ങിയ ഗുഹ അങ്ങനെ പോകുന്നുണ്ട്.
ഇവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഗുഹകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക്. പിന്നെ കാണുന്നത് ഇതുപോലത്തെ ഒരു ഏരിയയാണ്. മതിൽക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ. ഇത് ചെറിയൊരു കോട്ട, റാണിക്കോട്ട ആയതുകൊണ്ടായിരിക്കാം. ഇതിനൊക്കെ ഗുഹകൾ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഈ കോട്ടൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴൊരു വിഷ്വലാണിട്ടത്. ഏരിയയിലൊക്കെ ഗുഹൻ്റെ ഫ്രണ്ടേജൊക്കെ വന്നിട്ടുണ്ട്, ഒക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ രാജകോട്ടയുടെ അടിഭാഗം മൊത്തം കാണുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ റാണിക്കോട്ടയുടെ ഒരു ഗേറ്റിങ് കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണെന്നുള്ളതാണ്. കയറി കഴിഞ്ഞാൽ ഏകദേശം നോക്കിയാലും അറിയാം ആ പാറമെന്നൊക്കെ കൊടുത്തിട്ടുള്ള ജോയിൻറ്റ് കാര്യങ്ങൾ, ആ നിർമ്മിതി, അതിൻ്റെ സ്ട്രെച്ചിങ്ങൊക്കെ കേട്ടോ. ഈ കാണുന്ന ഏരിയയിൽ എന്തോ ഒരു കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൺസൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അന്ധകാലത്തുള്ള നിർമ്മിതി എന്ന രീതിയിൽ ഇതിനെ വിലയിരുത്തണം കേട്ടോ. കയറുമ്പോഴുള്ളൊരു ഏരിയ ഇങ്ങനെയാണ്. എല്ലാ കവാടങ്ങളെയും പോലെ തന്നെയാണ് ഈ ഒരു കവാടം. പിന്നെ ഇവിടെ വലിയൊരു ഡോറ് കാണുന്നുണ്ട്. ഡോറ് അന്ധകാലത്തെ നിർമ്മിതിയാണ് കേട്ടോ. ഇതിന് മേൽഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു ചിത്രപ്പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറിൻ്റെ മേൽഭാഗം നോക്കിയിട്ടാ ആ കല്ലിലേക്ക് കുടുക്കി വെച്ചിരിക്കുന്ന സ്ഥലം ഭയങ്കര മോശം കേട്ടോ. നമ്മളെല്ലാ സ്ഥലത്തു നിന്നും പറയണതാണ്. ഉള്ളിലായിട്ട് ഇതിൻ്റെ വിവരണകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാർബിളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. 2 ഡോറ് ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിട നിർമ്മിതി കാണുന്നുണ്ട്. ഇങ്ങോട്ട് വലിയ സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെയും സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിലുപരി അവിടെ എന്തോ ഒരു ഗുഹ കാണുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് പോവാം. ഈ ഗുഹ ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. തൈക്കൂടെ അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഗുഹയാണ്, അടച്ചിട്ടുണ്ട്. ആ ഗുഹയ്ക്ക് പോണ ഏരിയകളാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ആ ഗുഹൻ്റെ ഉൾഭാഗം വരിക. പാറിൻ്റെ അടിയിലൊക്കെ വലിയ ഗുഹയാണ് കേട്ടോ. അതിൽക്കൂടെയാണ് ഇറങ്ങലുണ്ടായിരുന്നു. അവിടെ അടച്ചിരിക്കണേ. ഇവിടെ ആ കവാടത്തിന് മേലേക്ക് കിടക്കാനുള്ള ഒരു സ്റ്റെപ്പ് അവിടെ കാണുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് പോവാം. അതിന് മുന്നായിട്ട് ഇവിടെ എന്തോ ഒരു ഗുഹ മാതിരി ഒരു സംഭവം കണ്ടു. അങ്ങോട്ട് പോയേക്കാം. ഒരു ഏരിയക്കും ഗുഹ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പാറിൻ്റെ അടിയിലേക്കുള്ള ഗുഹയാണ്. അവിടെ കറക്റ്റ് കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു കോട്ടൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. മതിലുകളൊക്കെ കാണിട്ടാ എന്തുമാത്രം കട്ടിങ് കാനുണ്ടെന്നുള്ളത് കൊത്തി വെച്ച് കേട്ടോ സ്റ്റെപ്പ്. ഈ ഒരു ഏരിയക്ക് എത്തിക്കഴിഞ്ഞാലുള്ള വിഷ്വൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കവാടം താണ്ടി വന്നപ്പോൾ ഇതുപോലെ സൺസൈഡിലുള്ളൊരു കവാടമാണ്. അത് താണ്ടി വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ഏരിയ കേട്ടോ നമ്മളെത്തിയേ. വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഇതൊരു പാർട്ടാക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് വേറൊരു പാർട്ടാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ റാണിക്കോട്ടയിലെ ഫസ്റ്റ് പാർട്ടാണിത്. രണ്ടാമത്തെ പാർട്ട് ഇനി വരുന്നത് കാണാൻ മറക്കല്ലേ.